राम मंदिर के सामने चंदन लगाने वाला एक मुस्लिम है, पकड़ा गया है। आइए चलिए हम आप लोगों को दिखाते हैं। नाम क्या है तुम्हारा? क्या नाम हो तुम्हारा? साहिल। पूरा नाम क्या? साहिल क्या? साहिल खान। मुर्गा मीट खाते हो कि नहीं खाते? खाते हो। मुर्गा मीट तुम खा के ऐसे देखिए, यही मैं कहना चाहता हूँ, मुर्गा मीट खाता है। रुक जा, मुर्गा मीट खा के और ये लोगों को चंदन लगाता है। मैं सभी सनातनी भाइयों को यही कहना चाहता हूँ, देश इसी से बर्बाद हो रहा है। सोचो, ये कितना साल उम्र तुम्हारा? 8 साल की उम्र का लड़का, मुस्लिम घर का लड़का, ये आके सबको चंदन लगा रहा है, सबको अपवित्र कर रहा है। പ്രിയമുള്ളവരെ, ഞാനിവിടെ ഈ വീഡിയോ ആദ്യമേ പോസ്റ്റ് ചെയ്തതിൻ്റെ കാരണം, മനുഷ്യൻ ഇത്രയും വൃത്തികിട്ട മനസ്സിന് ഉടമയാകുമല്ലോ എന്ന് കരുതിയാണ്. ഏതാണ്ട് 10-12 വയസ്സ് പ്രായമുള്ള ഒന്നും അറിയാത്ത ഒരു കുട്ടി വാഹനത്തിലിരിക്കുകയാണ്. ആ ഒരു മാർക്കറ്റിൻ്റെ ഭാഗമാണ്. അതിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ആ കുട്ടിയെ വാഹനത്തിൽ നിന്ന് വിളിച്ചിറക്കി ആ കുട്ടിയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ, പേടിപ്പെടുത്തുന്ന രീതിയിൽ അവനെ ഹരാസ് ചെയ്യുന്ന, ചോദ്യം ചെയ്യുന്ന, വൃത്തികെട്ട മനസ്സിന് ഉടമയായ, തീവ്രവർഗീയവാദിയായ, ബജ്രംഗദളിൻ്റെയും തീവ്ര ഹിന്ദുത്വവാദിയായ ഒരു വൃത്തികെട്ടവൻ്റെ മുഖമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചത്. നമ്മുടെ രാജ്യം ഏതവസ്ഥയിലേക്കാണ് പോകുന്നത്? ആ പ്രായത്തിലുള്ള കുട്ടി എന്ത് ചെയ്യാനാണ്? ആ കുട്ടിയെപ്പോലും ഇവന്മാർ വെറുതെ വിടുന്നില്ല എങ്കിൽ ഈ രാജ്യത്തെ, ആ പ്രദേശത്തെ മുസ്ലിം യുവാക്കളുടെയും സഹോദരിമാരുടെയും എല്ലാം അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ പരിതാപകരമായ ദുഃഖമാണ് അനുഭവപ്പെടുന്നത്. അത് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചു എന്ന് മാത്രം. പക്ഷേ അവൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു ലവലേശം പതറാതെ മറുപടി കൊടുക്കുന്ന ആ 10 വയസ്സിൻ്റെ താഴെ പ്രായമുള്ള ആ കുട്ടിയുടെ ഉറച്ച ഇച്ഛാശക്തിയാണ് നാം മുഖവിലക്കെടുക്കേണ്ടത്. അതാണ് ഓരോ ഭാരതീയനും. ഇങ്ങനെയായിരിക്കണം ഭാരതത്തിൻ്റെ മക്കൾ.